അപ്പോൾ കുറേ കാലം ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, ഇപ്പോഴൊക്കെ അത് കറക്റ്റ് സമയം തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫസ്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റോക്കറ്റ് ചിക്കനാണ്. അപ്പോൾ റോക്കറ്റ് ചിക്കൻ എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ ഉള്ളത് ചാനൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് ഫ്ലോപ്പ് ആകുവാണെങ്കിൽ നിങ്ങളത് സഹിക്കേണ്ടി വരും, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ വന്ന് ചെറിയ ലൈറ്റൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ഇതിനെ കട്ട് ചെയ്തെടുത്താൽ മതി. റോക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ മുറിച്ച് നല്ല പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മസാലകളെല്ലാം ഉണ്ട് നമ്മളിവിടെ. ഇത് നമ്മുടെ ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത മസാലയാണ്. മഞ്ഞൾപ്പൊടിയുണ്ട്, നമ്മുടെ വെള്ളക്കാന്തായി അരച്ച പേസ്റ്റുണ്ട്, ഉപ്പുണ്ട്, ഇവിടെ നാരങ്ങയുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് പരത്താം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ തൈരും ആഡ് ചെയ്യും, അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കുറേ വെള്ളം ആയിരുന്നു, അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കൂടിപ്പോവും. ഇച്ചിരി ഒരു കുഴമ്പ് രൂപത്തിലാകാൻ വേണ്ടി ഇത് മതി. അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കും. ഇതിനകത്ത് തൈര് നാരങ്ങയൊക്കെ കൂടി ഇടണം. അത് അവസാനമാണ്. നമ്മളിത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തൈര് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത്. പിന്നെ നാരങ്ങയും കൂടെ പിഴി ചെയ്യുന്നതിലേക്ക്. അപ്പം ഇച്ചിരി കൂടെ വെള്ളം വേണ്ടി വരും. നമുക്ക് ഇച്ചിരി ലേശവും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം, കാരണം ഇച്ചിരി കൂടെ പേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തൈര് ഒഴിക്കുക. ആദ്യം ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് മുകളിൽ തൈര് ഒഴിച്ച് ഇതാക്കിയിട്ട് പിന്നെ ഈ നാരങ്ങയും കൂടെ ഒഴിക്കും. ചിക്കൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മസാല വെച്ചേ അല്ല, ചേട്ടാ തേച്ചൊന്നും ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ ഒഴിഞ്ഞു വയ്ക്കാം. അവിടെ മാത്രമല്ല, മൊത്തം കറക്കി ഒഴുകി കുരുവൊക്കെ എടുത്ത് കളഞ്ഞു. തൈരാണ്, നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കുറേ ഒഴിക്കരുത്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണത്. പതുക്കെ മിക്സ് ചെയ്യണം. മറ്റേ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടില്ലേ, മറ്റേ ചിക്കൻ കറി വെക്കുന്നത്, അതുപോലെ നമ്മൾ മൃദുവായിട്ട് വേണം ഇത് ആക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 20 മിനിറ്റ് ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്, നല്ല മസാലയൊക്കെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിക്കാം നിങ്ങളെ. അതും കാണിച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് റോക്കറ്റ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. റോക്കറ്റ് അടുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനുള്ള വീഡിയോയുടെ ലിങ്ക് മുകളിൽ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് അടുപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആവശ്യമുള്ളവർ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റോക്കറ്റ് അടുപ്പിൽ തീയെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വരെ വെച്ചിട്ടുള്ളൂ, പക്ഷേ നല്ല ചൂടിലാണ് വരുന്നത്, അടുത്ത് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഒരു എന്താ ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ, അതായത് റോക്കറ്റ് ചിക്കൻ പൊരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ
എന്താ 20 മിനിറ്റ് നമ്മൾ നല്ല മസാലയൊക്കെ പറ്റി വെച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെയുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കിതിൽ പൊരിച്ചെടുക്കാം എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. ഓക്കെ, നല്ല ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. നമ്മുടെ റോക്കറ്റ് അടുപ്പിലുണ്ടാക്കിയ റോക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ആദ്യം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചൂട് റോക്കറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റോക്കറ്റ് അടുപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി അടുപ്പായിരുന്നു. കുറച്ച് വിറക് മതിയായിരുന്നു, പക്ഷെ നല്ല ചൂടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ നല്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടി. പക്ഷെ അതിനിടയ്ക്ക് ചെറുതായിട്ടൊരു മഴ പെയ്ത് നമ്മൾ ചതിച്ചു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിതേ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല മഴയാണ്, നല്ല ചൂട് ചിക്കനും. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇതുണ്ടോ, നല്ല അടിപൊളിയാണ്, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ആദ്യമേ കഴിക്കാവേ. ഇതേ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്, ഉള്ളിൽ വേവാണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. അടിപൊളി. ഉള്ളി ആ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ 20 മിനിറ്റ് വെച്ചിരുന്നു. അപ്പം ഉള്ളി ആ മസാലയൊക്കെ നല്ല കിടുവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വെന്തിട്ടുമുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇതേ നല്ലൊരു കക്കരിക്ക അരിഞ്ഞത് അതും കൂടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആഹാ, അടിപൊളി. പുറത്ത് നല്ല മഴയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, പുറത്ത് നല്ല മഴയാണ്. ആ കൂട്ടത്തിൽ നല്ല ചൂട് ചിക്കൻ, അത് നല്ല എരിവുള്ള നല്ല ചൂട് റോക്കറ്റ് ചിക്കൻ ഫ്രൈ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം വീട്ടിൽ. വളരെ എളുപ്പമാണ്. മഴയൊക്കെ ആയിരിക്കും അറിയാം, എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പം ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.